ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തമാണ്. അത്തം 10 ഓണം എന്നാണ് പറയാം. അത് ലോകത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്നതാണ് ഓണം. അപ്പോൾ ഓണത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ അത്തമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത്തത്തിന് നമ്മുടെ വീടുകളിലൊക്കെ നമ്മള് ഈ പൂക്കളിടും. അപ്പൊ അത് നമ്മൾ പണ്ട് കാലം മുതലൊക്കെ നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലത്ത് പൂക്കളിടുന്നത് നമ്മള് പറമ്പിലൊക്കെ പോയി രാവിലെ വിളിച്ചിട്ട് ആർപ്പ് വിളിച്ച് പോയി പൂവൊക്കെ പെറുക്കി കൊടുന്ന് നമ്മള് വീട്ടുമുറ്റത്തിടും. ഇപ്പൊ ഒക്കെ റെഡിമെയ്ഡായി. ഇപ്പൊ നമ്മുടെ ഗുരുവായൂരമ്പലത്തില് അത്തം മുതല് 10 ദിവസം ഈ തിരുവോണം വരെ അത്തപ്പൂക്കളിടും. അപ്പൊ ആ അത്തപ്പൂക്കളെ നമുക്ക് ഒന്നാം അത്തപ്പൂക്കളാണ് കേട്ടത്. അപ്പൊ നമ്മൾ ഗുരുവായൂരമ്പലത്തില് ഈ അത്തപ്പൂക്കളും നമുക്കിത് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള അത്തപ്പൂക്കളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് അത്തപ്പൂക്കളം കിടക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള അത്തപ്പൂക്കളാണ്. പലതരം കളർ പൂക്കൾ ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഇന്നലെ രാത്രി ഒരു 12 മണി മുതൽ സ്റ്റാർട്ടായതാണ് കേട്ടോ. ഇടൽ തുടങ്ങിയതാണിത്. ഇത് ആദ്യമേ വരച്ച് അതിന്റെ പ്രിപ്പറേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് എന്നിട്ട് ഒരു 5-6 ആൾക്കാർ കൂടിയിരുന്നിട്ടാണ് ഇത് ഇടുക. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ഇട്ടുണ്ട്. ഇതിപ്പോ അത്തത്തിന്റെ എന്നുള്ള ഒന്നാമത്തെ പൂക്കളാണിത്. അങ്ങനെ അത്തം മുതൽ ഈ തിരുവോണം വരെ ഇതുപോലെ ഇടും പൂക്കളം. അത് എല്ലാത്തരം കളറുകൾ. അത് വിളക്ക് കത്തിക്കുന്നത്. അത് രാവിലെ വന്നാലാണ്. ഇതെല്ലാം റെഡിമെയ്ഡ് പൂക്കളാണ്. ഇത് കംപ്ലീറ്റ് റെഡിമെയ്ഡ്സ് പൂക്കൾ കൊടുത്തിട്ട് ഇട്ടിരിക്കുന്നതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒക്കെ ഈ ജമന്തി, ചെണ്ടുമല്ലി ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മറ്റേ കൃഷി. അപ്പൊ ഇത് എന്തായാലും കുറച്ച് സമയം പിടിച്ചിട്ട് ഇടണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ വേണം അതിങ്ങനെ സെറ്റാക്കി ഇടണമെങ്കിൽ. അത്രയും ഗംഭീരമായിട്ട് ഇട്ടിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ അത്തത്തില് ഈ പൂക്കളാണത് ഗുരുവായൂരമ്പലത്തില്. നമ്മള് ഒന്നാം പൂക്കളാണത്. അത്തത്തിന്റെ പൂക്കളാണ് ഗുരുവായൂരമ്പലത്തില്. പക്ഷെ നല്ല മനോഹരമായിട്ട് ഇട്ടിട്ട് പൂക്കൾ. അത് രാത്രി ഒരു 12 മണി മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആദ്യം വരച്ച് പിന്നെ അതിൽ പൂക്കളിട്ട് ആ പൂക്കളെല്ലാം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഇത് തിരുവോണം വരെ ഇടുന്നത്. പുലർച്ചെ അതിഗംഭീരാണ് പൂക്കളം. ഒന്നാമതായിട്ട് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരുപക്ഷെ വാമനൻ മഹാബലിയുടെ മേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വച്ചാവാം. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഒരു കഥയ്ക്ക് പ്രാചാരമുണ്ട്. പക്ഷേ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ എവിടെയും പറയുന്നില്ല. ഭാഗവത പുരാണത്തിലാണ് ബലിയുടെ കഥയുള്ളത്. അതിൽ സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകനായി നിന്നു എന്നുമാണ് കഥ. നിരഞ്ജന്റെ സ്കൂളിലേക്ക് ഇന്ന് പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലുള്ള തന്നെയാണ് പൂക്കളൊക്കെ. അപ്പോൾ അത് നമ്മൾ പറിച്ചിട്ട് നമ്മൾ ഇടാൻ വേണ്ടി പൂക്കളിട്ട്. ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. നമ്മളൊക്കെ കുട്ടി കഴിയുന്ന സമയത്ത്. എന്നിട്ട് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അമ്മച്ചിണ്ട് ഈ പൂക്കൊട്ട ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അവരെടുത്ത് പോയിട്ട് 10 രൂപ കൊടുത്ത് ഒരു പൂക്കൊട്ട നമ്മൾ മേടിച്ച് അതിലാണ് നമ്മൾ കൂട്ടുകാരെയൊക്കെ വിളിച്ച് രാവിലെ നമ്മൾ ഈ പറമ്പിലേക്കും പാടത്തൊക്കെ പോയിട്ട് നമ്മള് നാട്ടിൽ കാണുന്ന പൂക്കളൊക്കെ പറിക്കും. അത് കൂടുതലും മുക്കുറ്റി, അതുപോലെ തുമ്പ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ കൂടുതൽ പറിക്കുക. എന്നിട്ട് പറിച്ച് നമ്മളെ വീട്ടിൽ കൊടുത്തിട്ട് അതേപോലെ ഈ മറ്റേ തെച്ചിപ്പൂവ് അങ്ങനെയുള്ള കുറെ പൂവുകളുണ്ട് നമ്മളെ നാട്ടിലൊക്കെ കാണുന്നത്. അപ്പൊ അതൊക്കെ പറിച്ച് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട്
നമ്മളിടും, പൂക്കളിടും. അപ്പൊ നമ്മൾ പൂ പറിക്കാൻ പോകുമ്പോ തന്നെ കൂട്ടുകാരെ വിളിക്കുമ്പോ തന്നെ പൂവേ പൊലി പൂവേ പൂവേ പൊലി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പാടും. ആർപ്പോ എന്നൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിച്ചൊക്കെയാണ് ഇപ്പൊ കുട്ടിക്ക് എന്റെ കുട്ടിക്കാലത്തിട്ട. അപ്പൊ ആ കാലഘട്ടമൊക്കെ മാറിപ്പോ. ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ രാവിലെ മറ്റേ പൂ പറിക്കാൻ പോക്കോ അങ്ങനെ പരിപാടി ഒന്നും ഇല്ല. ഇപ്പൊ ഒക്കെ റെഡിമെയ്ഡാ. ഇപ്പൊ നമ്മള് റോഡ് സൈഡിൽ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് അല്ലെങ്കിൽ 70 രൂപയ്ക്ക് ഒരു കിറ്റ് പൂ മേടിക്കണം. ഒരു 4-5 കളർ പൂ മേടിക്കണം. അത് കൊടുന്നിട്ട് വരത്തി വീട്ടിലിടണം. എന്നിട്ട് ഒരു സെൽഫി എടുക്കണം. തന്നെ പരിപാടി. അപ്പൊ നമ്മുടെ ഫ്ലാറ്റിൽ കുറച്ച് പൂക്കളുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പൊ അതൊക്കെ പറിച്ചിട്ട് നമ്മുടെ ഫ്ലാറ്റിന് മുന്നിൽ നമ്മളൊരു കുഞ്ഞ് ഏത്തപ്പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിരഞ്ജൻ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തായി നിരഞ്ജ? അപ്പൊ എടാ നിരുദാവിക്ക് ഇവിടെ ഒരു പൂവുണ്ട് കണ്ടോ, റെഡ് കളറിലുള്ള പൂവുണ്ടോ? ഇതൊക്കെ പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ അത് വിരിച്ചാൽ നമുക്കത് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ നീല പൂവുണ്ടോ, നീല, ഈ നീല അങ്ങനെ 2-3 തരം കളർ പൂവുണ്ടെങ്കിലാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി വരണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത്. നമ്മള് അത് മതി. ഇനി അവിടെ മഞ്ഞപ്പൂ നിൽക്കുന്നുണ്ട്. അത് ഓണത്തിനൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ നമ്മൾ പാടിയിട്ട് വേണം ഈ മറ്റേ പൂവൊക്കെ പറിക്കാൻ. ഈ റെഡ് പൂവുണ്ട്, ഇത് തെച്ചിപ്പൂവാണത്. വേണ്ട അന്നാണ് ഒരെണ്ണം മതിയാ? കിട്ടി. അപ്പൊ നമുക്ക് അത്തപ്പൂക്കളിടാനുള്ള കുറച്ച് പൂക്കളിട്ട് ഒരു 1 2 3 4 5 കളർ പൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 5 കളർ പൂ കൊണ്ട് നമുക്ക് അത്തപ്പൂക്കൾ ഇടാൻ പറ്റും. ഇനി ഒരു പൂവും കൂടി ഉണ്ട്. ഇത് പാതിരപ്പൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പൂക്കളിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ കുട്ടികൾ രാവിലെ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും രാവിലെ എഴുന്നേക്കാനും പൂക്കളിടാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണ് എല്ലാ കുട്ടികളും. അവരെ കൊണ്ട് രാവിലെ ഇങ്ങനെ കുറച്ച് പൂക്കളം, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പൂക്കളം പൊട്ടിച്ചിട്ട്, ഇതേപോലെ നമ്മുടെ വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും നമ്മൾ ആ വീടിന്റെ മുമ്പിൽ കുറച്ച് അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞാല്, ഇത് അത്തപ്പൂക്കളം കുറെ ആധികാരികത ഉണ്ട് കേട്ടോ. ചാണകം മെഴുകി അതിന്റെ മുകളിലൊക്കെ നമ്മൾ അത്തപ്പൂക്കളം ഇടുക. പക്ഷെ ഇതിപ്പോ നമ്മൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് ടൈൽസ് ആയതുകൊണ്ട് നമ്മള് ചാണകം മെഴുകില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇടുകയാണ്. അപ്പൊ അതൊരു രസാ. വർഷത്തിൽ ഒരു 10 ദിവസം, അത്തം മുതൽ 10 വരെ നമ്മൾ ഓണപ്പൂക്കളിട്ട് ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്നതാണ് ഉത്സവമാണ് ഓണം. അപ്പൊ നമ്മള് ഞാൻ മാവേലി വേഷം കിട്ടും. പുലിക്കളിക്കൊക്കെ നല്ലോണം വയറുള്ള ആൾക്കാരുടെ പുലിക്കളിക്ക് എടുക്കുന്നത്. തൃശ്ശൂരൊക്കെ പുലിക്കളിക്കൊക്കെ. ഇപ്പൊ തൃശ്ശൂര് നമ്മുടെ വടക്കുന്നാഥന്റെ അവിടെ പോയാലും അടിപൊളി പൂക്കളായിരിക്കും. വടക്കുന്നാഥന്റെ അവിടെ സൂപ്പർ പൂക്കളായിട്ടിരിക്കുന്നു വടക്കുന്നാഥന്റെ അവിടെ. അപ്പൊ ഇതിനൊക്കെ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പൊ എന്നിട്ട് കുട്ടികളെ കൂടി ഇരുന്നിട്ട് ഇതൊക്കെ തന്നെ പൊട്ടിച്ചിട്ട് എന്നിട്ട് നമ്മൾ അതൊക്കെ സെറ്റാക്കി ഓരോ പൂക്കളിടുമ്പോൾ അത് എന്നിട്ട് കുട്ടികളെ കൊണ്ട് വേണം ഇടിയിക്കാൻ. നമ്മൾ ഇടരുത്, കുട്ടികൾ അവരിടട്ടെ. അവരുടെ ആശയത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ ഇടണം പൂക്കളം. അപ്പോഴാണ് അതിനൊരു കാണാനൊരു ഭംഗിയുള്ളത്. അപ്പൊ ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. അപ്പൊ തക്കുടു പൂക്കളിട്ടോട്ടാ. ഇതിന്റെ ഇത് വേണ്ടല്ലോ, പച്ചത്തണ്ട് വേണം, വേണ്ടല്ല, അത് കളയണം കേട്ടോ. ഓക്കെ. അപ്പൊ തക്കുടുവിന്റെ ഐഡിയാസിൽ എങ്ങനെയാണ് പൂക്കളിടുന്നത്? ഇവിടെ ഇട്ടോ. ഇത് 4 1 2 3 4 5 കളർ പൂവുണ്ട്. ഇത് വേണമെങ്കിൽ സെന്ററിൽ വെക്കാൻ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് നീലിടാം. നീല നല്ല മനോഹരമായിട്ട് ഇടാം. 2-3 ദിവസമായിട്ട് നല്ല കപക്കെട്ടുണ്ട്. അപ്പോ ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞ് അല്ലേ, ശബ്ദമൊക്കെ ഒന്ന് നല്ലോണം അടഞ്ഞിപ്പോ. നല്ല മഴയും കൂടിയല്ലേ. ഏതാ ഈ ആഴ്ച മൊത്തം പരീക്ഷയാണ്. ഇപ്പൊ ഇന്ന് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി. അതിനിടയ്ക്കാണ് നമ്മളൊരു വീഡിയോ ഇടണം. ഓക്കെ, നമുക്ക് ഇത് മതി. ഇട്ടോണ്ടിരിക്കുകയാണ്. അത് തക്കടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വേണമെങ്കിൽ പൂക്കളിടാൻ. ഓണപ്പൂക്കളിടുമ്പോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. ഓണത്തെ കുറിച്ച് 2 പാട്ട് പാടുക,
അല്ലെങ്കിൽ ഓണത്തപ്പനെ കുറിച്ച് 2 പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഓണപ്പൂക്കളെ ഒരുക്കുമ്പോ പാട്ട് പാട് ഓണത്തപ്പനെ കുറിച്ചിട്ടുള്ള. ഒരു പാട്ട് ഓണത്തപ്പ കുട വയറാ, അങ്ങനെ പാടാറില്ലല്ലോ, അറിയില്ല അതിനെ കുറിച്ച്. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, കേട്ടിട്ടില്ലേ? ആ, അങ്ങനെയൊക്കെയുള്ള ഓരോ പാട്ടുകളൊക്കെ പാടിയിട്ട് വേണം നമ്മൾ ഈ പൂക്കളിടുമ്പോ. അപ്പോഴാണ് അതിന്റെ ഒരു ഓണത്തിന്റെ ഒരു ഇടുപ്പ് വരുള്ളൂ. അത് നിങ്ങളെ കുട്ടികളാണ് മെയിനായിട്ട് ഇതിന്റെ പിന്നില്. കുട്ടികളെ മെയിനായിട്ട് ആഘോഷിക്കുക അവരാണ്. ഓണം വന്നോണം വന്നേ, അങ്ങനെയൊക്കെ പാട്ടുകളുണ്ട് കുറെ. ഇതൊക്കെ ഒന്ന് പാടണം. അറിയില്ല. അല്ല, ഓണത്തെ കുറിച്ച് എന്തെങ്കിലും 2 വരി പറയാവോ? ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണത്ത് മഹാബലി ഉണ്ട്, കളി, പലതരം കളികൾ, ഊഞ്ഞാലാടൽ, സദ്യ, പായസം, അതേപോലെ വിഭവങ്ങൾ. പായസത്തിൽ 2-3 പായസം. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. ഓ, ഓണത്തിന്റെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് നേരെ ഓണക്കളികൾ ഉണ്ടാവും, ഓണാഘോഷ പരിപാടികൾ. അപ്പൊ അതിന്റെ ഈ ബിസ്ക്കറ്റ് അടി മത്സരം, അതുപോലെ വടംവലി മത്സരം. അപ്പൊ നമ്മള് ഈ തക്കുടുവിന്റെ സ്കൂളിലേക്ക് ഫോട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മള് തക്കുടുവിന്റെ ഡിസൈനിൽ പൂക്കളിട്ടിട്ടുണ്ട്, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത്തപ്പൂക്കളിട്ടിട്ടുണ്ട്. അപ്പോൾ തക്കുടുവിന്റെ ഡിസൈനുകൾ ചെയ്ത പൂക്കളാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത്തപ്പൂക്കളം കണ്ടോളാം എല്ലാവരും. പൂക്കളം കാണാൻ വേണ്ടിട്ട് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.